പ്രിയ സ്നേഹിതരെ, കാലാവസ്ഥ പ്രവചിക്കുക കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അവർ നമ്മളെ മുൻകൂട്ടി അറിയിക്കുന്ന കാലാവസ്ഥയുടെ ഓരോ പ്രത്യേകതകൾ, പ്രധാനമായും മഴക്കാലം, കൊടുങ്കാറ്റും മഴയും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിന് മുൻപായിട്ട് ഈ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിലുള്ളവർ, അതിനെ പഠിച്ചിരിക്കുന്നവർ ഉപകരണങ്ങളുടെ സഹായത്തോടെ മുൻകൂട്ടി 2, 3, 4 ദിവസം മുൻപ് പ്രവചിച്ച് പറയും, ഇന്ന പോലെ മഴ ഇത്ര സെന്റിമീറ്റർ വീഴാൻ സാധ്യതയുണ്ട്, ഇത്ര വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയാൻ അവർ കഴിയുന്നു. അപ്പോൾ തന്നെ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ ഇന്നിപ്പോൾ നമുക്ക് അടുത്തൊരു വർഷത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലാവസ്ഥയുടെ മാറ്റങ്ങളെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ച് പോലും ഇന്ന് ഈ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചും ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചൊക്കെ പഠിച്ച് പ്രവചിച്ചെടുക്കാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞന്മാർക്ക് കഴിയുന്നുണ്ട്. ഞാൻ എന്തിനിത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇന്നിപ്പോൾ നമുക്കറിയാം, മുൻകൂട്ടി പ്രവചിച്ച് നമ്മളെ അറിയിച്ചു എന്ന് കരുതുക, ഇന്ന ദിവസം കാലവർഷം ആരംഭിക്കുകയാണ്, അതിനു മുൻപായി കടലിൽ ഇത്ര വേഗത്തിൽ കാറ്റടിക്കുകയും കടൽ തീരങ്ങളിൽ വളരെ ശക്തമായ കാറ്റും മഴയും കൊടുങ്കാറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ, ആ കാറ്റടിക്കുന്ന ഭാഗത്ത് അപകട മേഖലകൾ ഉണ്ടെങ്കിൽ അവിടെ മുൻകരുതൽ എന്ന നിലയിൽ അനേക കാര്യങ്ങൾ ഗവൺമെന്റ് തലത്തിലും മറ്റു വ്യക്തികളും എടുക്കാറുണ്ട്. ഇനിയും കടലിൽ നിന്ന് വെള്ളം ഇരച്ച് കയറുവാൻ സാധ്യതയുള്ള മേഖലകളിൽ നമ്മൾ വലിയ പാറക്കഷ്ണങ്ങൾ കൊണ്ടിട്ട് ഈ സമുദ്രത്തിന്റെ തിരകളെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നമുക്കറിയാമോ, കടലിലെ തിരകൾ കടലില് നമ്മൾ ഇടുന്ന പാറ കൊണ്ടല്ല വാസ്തവത്തിൽ അതിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. അതിൽ നിന്ന് വ്യക്തമായി നമുക്ക് കടൽ തീരത്ത് പോയി നിന്നാൽ കാണാൻ കഴിയും, വളരെ വ്യക്തമായിട്ട് ഈ കടൽ തിര എത്ര ശക്തിയോടെ അടിച്ചു കരയിലേക്ക് വന്നാലും അത് ഒരു പരിധി വരെ അതിന് വരാൻ കഴിയുന്നുള്ളൂ. അത് കഴിയുമ്പോൾ ഈ തിരയുടെ ശക്തി കുറഞ്ഞിട്ട് ഇത് മടങ്ങി കടലിലേക്ക് തന്നെ ആ തിര പോകുന്നു. വീണ്ടും അടുത്ത തിര അടിച്ചു കയറി വന്നാലും ഇത് ഒരു പരിധിക്കുൾ കരയിലേക്ക് വരാൻ ഇടയാകുന്നില്ല. കാരണം ദൈവം സമുദ്രത്തെ മണൽത്തരികൾ കൊണ്ട് തടസ്സം ചെയ്തിരിക്കുന്നു, അതിനെ തടഞ്ഞു നിർത്തുന്നു എന്നുള്ളതാണ്. ഒരു മണൽത്തരിക്ക് കടൽ തിരയെ തടഞ്ഞു നിർത്താൻ കഴിയുമെങ്കിൽ നമ്മൾക്ക് നമ്മുടെ നേരെ ഇരച്ച് കലങ്ങി എതിരിട്ട് വരുന്ന, നമുക്ക് തടയുവാൻ കഴിയുകയില്ല എന്ന് തോന്നുന്ന പല ജീവിത പ്രശ്നങ്ങളെയും ദൈവത്തിന് വളരെ നിസ്സാരമായി തടയുവാൻ കഴിയേണ്ടതിന് നമ്മുടെ ജീവിതത്തിൽ തന്നെ മണൽത്തരികൾ പോലെ വളരെ ചെറിയത് എന്ന് നമുക്ക് തോന്നിക്കുന്ന ചില പ്രത്യേകതകൾ ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ചില വ്യക്തികൾക്ക് ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേ അവരാകെ വാടി തളർന്നു പോകും, നിരാശയിലായി പോകും, ആകപ്പാടെ ദുഃഖത്തിലായിട്ട് എന്നെ കൊണ്ട് സാധിക്കുകയില്ല, ഇനി ജീവിച്ചിരിക്കാൻ പോലും എനിക്ക് സാധിക്കുകയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവര് അവരുടെ ജീവിതം നിരാശയിൽ ആണ്ടുപോയിട്ട് അവർ ഒന്നും ചെയ്യാതെ വീടിനകത്ത് നിരാശ പൂണ്ടോ അല്ലെങ്കിൽ മാനസികമായ പിരിമുറുക്കത്തിൽ അകപ്പെട്ടൊക്കെ പോകാറുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, കടൽ തിര പോലെ ജീവിത പ്രശ്നം വന്നാലും, ഇരച്ച് കലങ്ങിയ രോഗങ്ങൾ ജീവിതത്തിൽ വന്നാലും, അപവാദത്തിന്റെയും നിരാശയുടെയും കളിയാക്കലിന്റെയും വാക്കുകൾ നമ്മുടെ ജീവിതത്തിന് നേരെ വന്നാലും അറിയേണ്ട ഒരു വസ്തുതയുണ്ട്. മണൽത്തരികൾ പോലെ ചിലത് ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. ഈ കടൽ തിരകളെ, ഈ പ്രശ്നങ്ങളെ, ഈ പ്രയാസങ്ങളെ, ഈ എതിർപ്പുകളെ, കളിയാക്കലുകളെ ഒക്കെ തടഞ്ഞു നിർത്താൻ കഴിയുന്ന ശക്തി ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. ഇനിയും പ്രകൃതിയാൽ നമ്മൾ ജനിച്ചപ്പോൾ തന്നെ ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ച ശക്തികളെ പോലെ തന്നെ ദൈവം പിന്നെയും ദൈവത്തിന്റെ അടുക്കൽ വരുന്ന ഒരാൾക്ക് പിന്നെയും ഒരു ദൈവിക ശക്തി നൽകുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? ദൈവിക ശക്തി
അധികമായി നമുക്ക് തരുന്നത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിന്റെ മാലിന്യം ഏൽക്കാതെ ഇരിക്കാൻ. എന്താ ഈ മാലിന്യം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചെന്ന് അറിയാമോ? ഈ ലോകത്തിന്റെ തിന്മകൾ ഏശാതെ വണ്ണം, ഈ ലോകത്തിന്റെ ദുഷ്ട പ്രവൃത്തികൾ നമ്മളെ സ്വാധീനിക്കാതെ വണ്ണം തടയുവാൻ കഴിയുന്ന ഒരു ദൈവിക ശക്തി കൂടെ ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യൻ ജനിച്ച് ജീവിച്ച കാലയളവുകളിൽ അവന്റെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട മണൽത്തരികൾ പോലെയുള്ള ശക്തികൾ കൂടാതെ ഇനിയും ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി ദൈവം പറയുന്നു, ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുവീൻ, ഒരു ദൈവിക ശക്തി അധികമായി തരാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഉള്ള ശക്തികൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നത് കൊണ്ടും ഉപയോഗിക്കുവാൻ കഴിവില്ലാതിരിക്കുന്നത് കൊണ്ടും ദൈവം പറയുന്നു, അതിനെക്കുറിച്ചുള്ള ഒരു ബോധം തരുവാൻ ഒരു ദൈവിക ശക്തി കൂടെ ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവത്തോട് ചോദിക്കാം, ദൈവമേ, പ്രതികൂലങ്ങളെ, പ്രയാസങ്ങളെ, എതിർപ്പുകളെ തരണം ചെയ്യുവാൻ ഞാൻ നിരാശയിൽ അകപ്പെട്ടു പോകാതിരിക്കാനുള്ള ഒരു പ്രത്യേകമായ ദൈവിക ശക്തി കൂടെ എനിക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.